അപ്പോൾ അത് കളർ മാറി മാറി വരും കുറച്ചും. ഹലോ ഗായ്സ്, ഇതാണ് ബ്ലാക്ക് ലെമൺ. നമ്മൾ ഈ കുഴിമന്തിയിൽ മാത്രമേ ഈ സാധനം കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇത് വെച്ചിട്ട് കുഴിമന്തിയിൽ ഇടുക എന്നല്ലാതെ വേറൊരു സംഭവമുണ്ട്, ബ്ലാക്ക് ലെമൺ ടീ. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ അറബ് നാടുകളിലൊക്കെ ഗാവടൊപ്പം കൊടുക്കുന്ന ഒരു ബ്ലാക്ക് ടീ ഉണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ബ്ലാക്ക് ലെമൺ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിലിട്ടിട്ട് നമ്മൾ ഇട്ടിച്ച് ഒന്ന് ചതച്ചെടുക്കാണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് ലെമൺ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കിയിട്ട് അതിൽ ഇത്തിരി ലെമൺ പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ ലെമൺ ടീ ആയി. ശരിക്കും ആക്ച്വലി ഇപ്പോൾ സൗദിയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഗ്ലാസ്സിൽ വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ടാവും ഈ സാധനം. ഇത് ഉമ്മാർ ഈ ബ്ലാക്ക് ലെമൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അടിപൊളി ടേസ്റ്റാണ്. തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച നമ്മുടെ ബ്ലാക്ക് ലെമൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനൊരു പണിയില്ല, വളരെ സിമ്പിളാണ്. പിന്നെ ഇതിന് നമുക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്താൽ മതി, അത് വേണ്ടവർ മാത്രം കേട്ടോ. ഇപ്പോൾ സൗദികളൊന്നും ഷുഗർ ആഡ് ചെയ്തിട്ടല്ല കഴിക്കുക. നമ്മുടെ നാട്ടിലാണ് എല്ലാറ്റിനും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പഞ്ചസാര ഇടുന്ന ശീലം. നമ്മളെ സാധനം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കളർ മാറി മാറി വരും, കുറച്ചും കൂടി ഡാർക്ക് കളറാവും. അതുവരെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണത്. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തു. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അറബികൾക്ക് മാത്രമേ പറ്റൂ, ഒടുക്കത്തെ പുളിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ഒരു മലയാളി ഇതിലേക്ക് മാറ്റിയെടുക്കുകയാണ് സാധനം. പഞ്ചസാരയുടെ അത് കുടിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് പഞ്ചസാര വേണ്ടാത്തവർ ഇല്ലാതെ കുടിച്ച് ശ്രമിച്ച് നോക്കാം കേട്ടോ. നമ്മൾ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ. അപ്പം നമ്മുടെ ബ്ലാക്ക് ലെമൺ ടീ സംഗതി സെറ്റായിരിക്കുകയാണ്. ഇത് നമ്മൾ കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം.